ഈ സെഷനിൽ നമുക്ക് വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ് നോക്കാം. അതായത് ഡയോഡ് ഉപയോഗിച്ച് റെക്ടിഫിക്കേഷൻ നമ്മൾ നോക്കി. ഡയോഡ്സിന്റെ വേറൊരു ആപ്ലിക്കേഷനാണ് വോൾട്ടേജ് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമുക്കൊരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ടെന്ന് വിചാരിക്കൂ. അതിന്റെ പീക്ക് വാല്യൂ VS പീക്ക്, സിഗ്നലിന്റെ പീക്ക് വാല്യൂ VS പീക്ക് എന്നാണ് ഈ ടെക്സ്റ്റിലെ നൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ Vmax, VM എന്നും വിളിക്കാം. അങ്ങനെ ഒരു സിഗ്നൽ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു സൈൻ വേവ് ആണ്. അതിന്റെ പീക്ക് വാല്യൂവിനെയാണ് VM അല്ലെങ്കിൽ VS പീക്ക് എന്ന് വിളിക്കുന്നത്, സൈൻ വേവിന്റെ പീക്കിനെ. ആ പീക്ക് വാല്യൂവിനെ നമുക്ക് ഇവിടെ ലോഡിലേക്ക് എത്തുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇൻപുട്ടില് VM ആണ് പീക്ക് വാല്യൂ എന്നുണ്ടെങ്കിൽ AC-യുടെ പീക്ക് വാല്യൂ ആണ് പറയുന്നത്. ആ VM എന്ന പീക്ക് വാല്യൂ ഡബിൾ ചെയ്തിട്ട് ഇവിടെ DC വാല്യൂ 2VM കിട്ടാൻ പറ്റും. അതിനെയാണ് വോൾട്ടേജ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. സപ്പോസ് we give a voltage here with peak value VM, AC signal with peak value VM. It is also possible to multiply it or triple it. Then you call it as a voltage tripler. 3 times VM ആയിട്ട് DC ഇവിടെ കിട്ടുകയാണെങ്കിൽ വോൾട്ടേജ് ട്രിപ്ലർ എന്ന് പറയും. അതേമാതിരി 4 times VM ഇവിടെ കിട്ടാനുള്ള സംവിധാനം ചെയ്താൽ അത് വോൾട്ടേജ് ക്വാഡ്രപ്ലർ പറയും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും ഡയോഡ് ആൻഡ് കപ്പാസിറ്റർ സർക്യൂട്ട്സ് ഉപയോഗിച്ച്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഹാഫ് വേവ് വോൾട്ടേജ് ഡബ്ലർ ആണ്. അപ്പൊ അതിന്റെ ആക്ഷൻ എങ്ങനെയാന്ന് നോക്കാം. ഹാഫ് വേവ് വോൾട്ടേജ് ഡബ്ലർ, ഒരു കപ്പാസിറ്റർ, ഡയോഡ്, കപ്പാസിറ്റർ, ഇതാണ് നമ്മുടെ ഹാഫ് വേവ് ഡബ്ലർ സർക്യൂട്ട്. സപ്പോസ് ഇവിടെ നെഗറ്റീവ് സൈക്കിളാണ് വരുന്നത് എന്ന് വിചാരിക്കും. AC-യുടെ നെഗറ്റീവ് പൊളാരിറ്റി ആണ് ഈ അറ്റത്ത്, ഇവിടെ പോസിറ്റീവ് പൊളാരിറ്റി ആണെന്ന് വിചാരിക്കൂ അറ്റ് വൺ മൊമെന്റ്. അപ്പൊ എന്തുണ്ടാവും? ആ നെഗറ്റീവ് പൊളാരിറ്റി ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യും. അപ്പോൾ ഈ പ്ലേറ്റ് നെഗറ്റീവ് ആവും, ഈ സൈഡിലെ പ്ലേറ്റ് പോസിറ്റീവ് ആവും. അങ്ങനെ അത് ഈ ഡയോഡിനെ ഫോർവേഡ് ബയസ് ചെയ്യും, കാരണം ഇവിടെ നെഗറ്റീവ് ആണല്ലോ. അപ്പോ ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യും. അങ്ങനെ ഇവിടെ ഒരു ക്ലോസ് സർക്യൂട്ട് ഉണ്ടാവും. എന്നാൽ ഈ ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും, കാരണം ബാറ്ററിയുടെ പോസിറ്റീവ് അല്ലല്ലോ, നെഗറ്റീവ് അല്ലേ ഇവിടെ സപ്ലൈയുടെ. അപ്പൊ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇത് റിവേഴ്സ് ബയസ്ഡ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സാധനേ ഇല്ല എന്ന് വിചാരിക്കാം. ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ആണ്, ഇവിടെ വയറും ഇല്ല, ഒന്നുമില്ല, ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആയിട്ട്, അതായത് ഒരു വയർ മാത്രമാണ് ഇവിടെ ഉള്ളത് എന്നും ഇന്റർപ്രിറ്റ് ചെയ്യാം. അത് അടുത്ത ഫിഗറിൽ കുറച്ചുകൂടെ ക്ലിയർ ആയി പറയാം. അപ്പൊ ഏതായാലും ഇവിടെ ഒരു നെഗറ്റീവ് പൊളാരിറ്റിയും ഇവിടെ ഒരു പോസിറ്റീവ് പൊളാരിറ്റിയും ആണ് അറ്റ് വൺ ഇൻസ്റ്റന്റ് എന്ന് വിചാരിച്ചാൽ എന്താണെന്ന് നോക്കാം. ഇതാണ് പറഞ്ഞത്, ഇവിടെ നെഗറ്റീവ് പൊളാരിറ്റി ആണെന്ന് വിചാരിക്കൂ, ഇവിടെ പോസിറ്റീവ് ആണെന്ന്. അപ്പൊ എന്തുണ്ടാവും? ഈ കപ്പാസിറ്ററിൽ കൂടെ ഈ ഡയോഡ് കൂടെ ഇത് ഇവിടെ ഒരു ക്ലോസ് സർക്യൂട്ട് കണ്ടക്ഷൻ നടക്കും. അപ്പൊ ഈ ഡയോഡിനെ ഒരു ഷോർട്ട് സർക്യൂട്ടായി കൺസിഡർ ചെയ്യാം. അതായത് റെസിസ്റ്റൻസ് ഒന്നും ഓഫർ ചെയ്യുന്നില്ല, നമ്മൾ എടുക്കുകയാണ്, ഡയോഡ് ഐഡിയൽ ഡയോഡ് ആണ് എന്നുള്ള കൺസെപ്റ്റില്. അപ്പോ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കോപ്പർ കണ്ടക്ടിങ് വയർ ആയിട്ട് ഇമാജിൻ ചെയ്യാം. എന്നാൽ ഇത് റിവേഴ്സ് ബയസ് ആയതുകൊണ്ട് ഇത് കണ്ടക്ട് ചെയ്യുന്നില്ല, അപ്പൊ ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ആണ്. ഈ പോയിന്റും ഈ പോയിന്റും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല, കാരണം ഇവിടെ ഇത് കണ്ടക്ട് ചെയ്യുന്നില്ല. സോ ദിസ് ഇസ് എൻ ഓപ്പൺ സർക്യൂട്ട്. ഹിയർ ഇറ്റ് ഇസ് എ ക്ലോസ് സർക്യൂട്ട്, അതുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് വയറും കൊണ്ട് വരച്ചിരിക്കുന്നു. ഇനി ഈ ഭാഗം നോക്കാം. ഈ ഭാഗത്ത് സപ്പോസ് ദിസ് കപ്പാസിറ്റർ ഇസ് ചാർജ്ഡ് ഇൻ ദിസ് മാനർ. അതെങ്ങനെ വന്നു എന്നുള്ളത്
അടുത്ത സ്റ്റേജിൽ പറയാം. നൗ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ദാറ്റ് ദ കപ്പാസിറ്റർ ഇസ് ചാർജ്ഡ് ഇൻ ദിസ് മാനർ, പ്ലസ് മൈനസ് ആയിട്ട്. അപ്പോ നെഗറ്റീവ് പൊളാരിറ്റി വരുമ്പോൾ കറണ്ട് ഇതിലേ ഇങ്ങനെ ഒഴുകും. അങ്ങനെ ഒഴുകുമ്പോൾ ഈ കപ്പാസിറ്റർ ചാർജ്ഡ് ആവും. ഇവിടെ മൈനസ് പൊളാരിറ്റിയും അതിന്റെ ഓപ്പോസിറ്റ് പ്ലേറ്റിൽ പ്ലസ് പൊളാരിറ്റിയുമായി ചാർജ്ഡ് ആവും. അതൊരു ഭാഗം. അതേ സമയത്ത് എന്തുണ്ടാകുന്നു? ഇവിടെയുള്ള പോസിറ്റീവ് ചാർജ്, ഇവിടെയുള്ള നെഗറ്റീവ് ചാർജ്. അപ്പോ ഇലക്ട്രോൺസ് ഇവിടുന്ന് ഇങ്ങോട്ട് ഒഴുകി കറണ്ട് ഒഴുകണു. അല്ല, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സർക്യൂട്ടിൽ മാത്രം അവര് ആരോ കൊണ്ട് കാണിച്ചിരിക്കുന്നത് ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് പാത്താണ്, കറണ്ടിന്റെ ഡയറക്ഷൻ അല്ല എന്ന് ശ്രദ്ധിക്കണം. ഇത് ഇലക്ട്രോണിന്റെ പാത്താണ്, ഇലക്ട്രോൺ നീങ്ങുന്ന ഡയറക്ഷനാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് നീങ്ങുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. കറണ്ടിനെ പറ്റിയല്ല പറയുന്നത്. കറണ്ട് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കാണിക്കണം. ഇവിടെയാണെങ്കിലും ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഇതിലേ പോകുന്നു, ഇങ്ങനെ, അതുമാണ് ആരോ കാണിക്കുന്നത്. ഇതാണ് ഒരു ഫസ്റ്റ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ പറയാനുള്ളത്. ഇനി അടുത്ത ഹാഫ് സൈക്കിൾ, അതായത് ഇത് പോസിറ്റീവ് എൻഡും ഇത് നെഗറ്റീവ് എൻഡും ആവുമ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് നോക്കാം. ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു, വിത്ത് മൈനസ് പൊളാരിറ്റി ഹിയർ ആൻഡ് പ്ലസ് പൊളാരിറ്റി ഹിയർ. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. പിന്നെ ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തു എന്ന് പറഞ്ഞു, അപ്പൊ ഇതിന് ചാർജ് ഇല്ലാത്ത അവസ്ഥയാണ്. പിന്നെ എ സിയുടെ പൊളാരിറ്റി ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ് ഇപ്പോ എന്ന് പറഞ്ഞു. അതാണ് സെക്കൻഡ് ഹാഫ് സൈക്കിൾ തുടങ്ങുമ്പോൾ ഉള്ള കണ്ടീഷൻ. ഇനി എന്തുണ്ടാവും നോക്കാം. ഈ കണ്ടീഷനിൽ ഇവിടെ ഒരു വി പീക്ക് വാല്യൂ സപ്ലൈ വോൾട്ടേജ് ഉണ്ട്. ഈ കപ്പാസിറ്ററും ചാർജ് ചെയ്തിട്ടുണ്ട് വി പീക്ക് വാല്യൂവിലേക്ക്. അത് രണ്ടും സീരീസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. രണ്ട് ബാറ്ററി മാതിരി ആക്ട് ചെയ്യും. ഇതും ഒരു വി പീക്ക് വാല്യൂവിലേക്ക് ചാർജ് ചെയ്ത കപ്പാസിറ്റർ ആണ്. ഇതൊരു സപ്ലൈ വോൾട്ടേജുമാണ്. നോക്കൂ, സീരീസ് കണക്ഷൻ അല്ലേ വരണേ, മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. സോ ഇവിടെ ഒരു പീക്ക് വാല്യൂ വോൾട്ടേജും ഇവിടെ ഒരു പീക്ക് വാല്യൂ വോൾട്ടേജും ആഡഡ് അപ്പ് ആയി ഇവിടെ 2 പീക്ക് വാല്യൂ വോൾട്ടേജ് ഈക്വലന്റ് ആയിട്ടുണ്ട്. ഇനി ഏതൊക്കെ ഡയോഡായി ഈ കണ്ടീഷനിൽ കണ്ടക്ട് ചെയ്യാം? ഇത് പോസിറ്റീവ് പൊളാരിറ്റി ആണ് സപ്ലൈന്. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാവും? ഇതിന് ഫോർവേഡ് ബയസിങ് കിട്ടും. എന്നാൽ ഇതിന് റിവേഴ്സ് ബയസിങ് ആണിപ്പോ, ഇത് കണ്ടക്ട് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമുക്ക് ഓപ്പൺ സർക്യൂട്ട് ആക്കാം. ഇവിടെ ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ഇലക്ട്രോൺസ് ഇപ്പൊ എങ്ങനെ പോവും? ഈ നെഗറ്റീവിൽ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി, ഇങ്ങനെയാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത്. ഇലക്ട്രോൺസ് ഇങ്ങനെയാ പോകുന്നത്. കാരണം ഇവിടെ ഓപ്പൺ ആണ്. ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് അത് ക്ലോസ് സർക്യൂട്ട് ആണ്, ഒരു സ്ട്രെയിറ്റ് ലൈനും കൊണ്ട് വരയ്ക്കണം. അപ്പൊ അതാണ് ഇവിടെ ഈക്വലന്റ് സർക്യൂട്ട് വരച്ചിട്ടുള്ളത്. ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഈ കപ്പാസിറ്റർ വഴി പോയി ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പീക്ക് വാല്യൂ വോൾട്ടേജ്, ഇവിടെ ഒരു പീക്ക് വാല്യൂ വോൾട്ടേജ് സീരീസില്, അതായത് ഇഫക്റ്റീവ്ലി 2 പീക്ക് വാല്യൂ വോൾട്ടേജ് ഇവിടെ ഉണ്ട്. ബാറ്ററി ഈക്വലന്റ് ടു 2 പീക്ക് വാല്യൂ. അത് ഈ കപ്പാസിറ്ററിനെ 2 പീക്ക് വാല്യൂയിലേക്ക് ചാർജ് ചെയ്യും. അപ്പൊ ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് നെഗറ്റീവ് പൊളാരിറ്റിയും ഇത് പോസിറ്റീവ് പൊളാരിറ്റി ആയിരിക്കും. അങ്ങനെ ദിസ് ഇസ് ചാർജ്ഡ് ടു 2 പീക്ക് വാല്യൂ ഓർ 2 മാക്സ്, 2 വി മാക്സ് എന്ന് പറയാം. അപ്പൊ ആ സിറ്റുവേഷനിൽ എന്താണ്? ഈ 2 പീക്ക് വാല്യൂ 2 VM എന്നെല്ലാം പറയാം. അത് ആണ് ഈ റെസിസ്റ്റൻസിന്റെ അക്രോസ് വരുന്ന വോൾട്ടേജ്. Or in other words, the voltage available for the load resistance is 2 VM at this moment. അപ്പൊ ഇവിടെ VM എന്ന് പറയുന്ന ഇൻപുട്ട് മാക്സിമം ഉള്ളപ്പോ AC സിഗ്നലിന്റെ മാക്സിമം വോൾട്ടേജ് VM ആയിരിക്കുമ്പോ ഇവിടെ ഒരു DC വോൾട്ടേജ്, കാരണം ബാറ്ററി കപ്പാസിറ്ററിന്റെ അക്രോസിലെ വോൾട്ടേജ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഒരു DC വോൾട്ടേജ് ഈക്വലന്റ് ടു 2 Vmax വിൽ ബി അവൈലബിൾ. അപ്പോ ഈ സൈക്കിളിൽ പറഞ്ഞത് മനസ്സിലായോ? എങ്ങനെയാണ് ഈ കപ്പാസിറ്റർ 2 VMലേക്ക് ചാർജ് ചെയ്യുന്നത് എന്ന്?
ആ കണ്ടീഷനാണ് ഇതിനു മുൻപ് പറഞ്ഞത്, അസ്യൂം ചെയ്യാൻ പറഞ്ഞത്. അതായത് ഇവിടെ ഇനീഷ്യലി I asked you to assume that this capacitor is charged with a positive potential here, polarity here, and a negative polarity here. And this discharged through the load resistance. In short, I'll tell you, this is half wave voltage doubler. If there is an input AC wave here, with the peak value of Vp or Vs peak value Vp at the output load resistance, you will get a DC value equivalent to 2 Vp. ഇവിടെ എ സിയുടെ പീക്ക് വാല്യൂ വി പിക്ക് ഈക്വലന്റ് ആയ 2 Vp എന്ന് പറയുന്ന ഡി സി വോൾട്ടേജ് ഇവിടെ അവൈലബിൾ ആവും. അതാണ് വോൾട്ടേജ് ഡബ്ലർ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഉള്ള സർക്യൂട്ടാണ് ഇത്. During the first half cycle, we assume this end is negative and this end is positive. So this negative voltage will charge this capacitor with a negative polarity here and a positive polarity here. This diode gets a forward biasing or it is short circuit. So electrons will flow in this direction. This diode will be reverse biased because of the negative polarity of the battery here. So this will not conduct, it will be an open circuit. This capacitor will already be having a charge 2 Vm from the previous cycle, which we will discuss later. A previous cycle already ഇത് 2 Vm ചാർജ്ഡ് ആയിരിക്കും. അതെങ്ങനെയാണെന്ന് പിന്നീട് മനസ്സിലാവും. അപ്പോൾ ഇലക്ട്രോൺസ് ഈ നെഗറ്റീവ് പ്ലേറ്റ് ഇതിലേക്കൂടെ ഒഴുകി ലോഡിന്റെ അക്രോസ് 2 Vm എന്ന് പറയുന്ന ഡി സി വോൾട്ടേജ് കിട്ടും. കാരണം ഇതൊരു ഡി സി പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ ഒരു ഡി സി വോൾട്ടേജ് ഇവിടെ കിട്ടും. കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്നത് ഡി സി ചാർജ് ആണ്. ഇനി സെക്കൻഡ് ഹാഫ് സൈക്കിളിലാണെങ്കിൽ ഇത് പോസിറ്റീവ് എൻഡും നെഗറ്റീവ് എൻഡും ഇത്. അപ്പൊ ഇത് ഓൾറെഡി ചാർജ് ചെയ്ത് നിൽക്കുകയാണ് നെഗറ്റീവ് എൻഡും പോസിറ്റീവ് എൻഡും ആയിട്ട്. അപ്പൊ ഇത് രണ്ടും ഒരു സീരീസ് ബാറ്ററി ആയിട്ട് Vm പ്ലസ് 2 Vm എന്നുള്ള ഒരു ബാറ്ററി ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഡയോഡ് ഇവിടെ ഇപ്പോ കണ്ടക്ട് ചെയ്യില്ല, ഇതാണ് ഇപ്പൊ കണ്ടക്ട് ചെയ്യുക. ഫോർവേഡ് ബയസിങ് ഇതിനാണ് കിട്ടുക. അപ്പൊ സർക്യൂട്ട് ഇതാവും ഈക്വലന്റ് ആയിട്ട്. അപ്പോ ഈ രണ്ട് വോൾട്ടേജും കൂടെ ഈ കപ്പാസിറ്ററിനെ ഇപ്പൊ ചാർജ് ചെയ്യും 2 Vmലേക്ക്, വി പിയിലേക്കോ Vmലേക്കോ എന്ന് പറയാം. അങ്ങനെ ദിസ് ഇസ് ചാർജ്ഡ് ആൻഡ് സോ at this situation, that is under the second half cycle also, electrons will move from here to here and you will get a DC voltage equal to Vp, 2 Vp here. അങ്ങനെ ഇവിടെയുള്ള വോൾട്ടേജിന് AC വോൾട്ടേജിന്റെ പീക്ക് വാല്യൂ ഡബിൾ ആയിട്ട് DC വോൾട്ടേജ് ആയിട്ട് ഇവിടെ അവൈലബിൾ ആവും. ഇതാണ് വോൾട്ടേജ് ഡബ്ലർ. ഇനി ഇതേപോലത്തെ യൂണിറ്റ് ഇനിയും റിപ്പീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ the same circuit can act as voltage tripler. If you repeat the unit again, it can act as voltage quadrupler and so on. പക്ഷെ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വോൾട്ടേജ് കൂടുന്നു, ഔട്ട്പുട്ടില് ഡി സി വോൾട്ടേജ് കൂടുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇതൊരു ജനറേറ്റർ ഓഫ് പവർ ഒന്നുമല്ല. പവർ ഉണ്ടാകുന്നില്ല. അതായത് വോൾട്ടേജ് കൂടിയാൽ അതിനനുസരിച്ച് കറണ്ട് അവിടെ കുറവായിരിക്കും. ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കൂടുന്നുണ്ട്, ഡബിൾ ചെയ്യുന്നുണ്ട്, ട്രിപ്പിൾ ചെയ്യുന്നുണ്ട്, എല്ലാം ശരി. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ കറണ്ട് അതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ പവർ വിൽ ബി കോൺസ്റ്റന്റ്, ഔട്ട്പുട്ട് പവർ കോൺസ്റ്റന്റ് ആയിരിക്കും. വോൾട്ടേജ് ഗെറ്റ്സ് ഡബിൾഡ് ഓർ ട്രിപ്പിൾഡ് ആസ് ദ സർക്യൂട്ട് മേ ബി. ആ ഒരു പോയിന്റും കൂടെ ഇവിടെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും. ഇത് ഇൻപുട്ട് എ സി വേവ്. ഈ വാല്യൂനെയാണ് നമ്മൾ പീക്ക് വാല്യൂ എന്ന് പറഞ്ഞത്. ഔട്ട്പുട്ടില് 2 പീക്ക് വാല്യൂ, ഇതിന്റെ ഡബിൾ ഹൈറ്റ് വരും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, എപ്പോഴും എവിടെയെങ്കിലും ഒക്കെ കുറെ ഡെസിപ്പേഷൻ വരും പ്രാക്ടിക്കൽ സർക്യൂട്ട് ആവുമ്പോൾ.
അപ്പൊ നമ്മൾ 2 VP കിട്ടണം കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടില്ല. VP 2 വോൾട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് 4 വോൾട്ട് കിട്ടണം എന്ന് നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല. കുറച്ചൊക്കെ പ്രാക്ടിക്കൽ സർക്യൂട്ടിൽ ഡെസിപ്പേഷൻ വരും, എനർജി ലോസ് വരും. അതുകൊണ്ട് മേ ബി 4 വോൾട്ടിന് പകരം 3.8 വോൾട്ട് ഒക്കെ ഇവിടെ ഔട്ട്പുട്ടിൽ കിട്ടുള്ളൂ പ്രാക്ടിക്കൽ സർക്യൂട്ട്. അപ്പോൾ ഇതൊരു കപ്പാസിറ്റർ ചാർജിങ് ഡിസ്ചാർജിങ് എഫക്റ്റ് ആയതുകൊണ്ട് ചെറിയൊരു സ്ലോപ്പ് ഇങ്ങനെ ഉണ്ടാവും ഓരോ സൈക്കിളിലും. ഇതായിരിക്കും ഫൈനൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. 2 VPയുടെ അടുത്തായിരിക്കും ഔട്ട്പുട്ട്, ഓൾമോസ്റ്റ് എ കോൺസ്റ്റന്റ് ഔട്ട്പുട്ട്. സോ ദാറ്റ് ഇസ് ദ വോൾട്ടേജ് ഡബ്ലർ. ഇനി യൂണിവേഴ്സിറ്റി ടെക്സ്റ്റിൽ നോക്കിയാൽ ട്രിപ്ലറും ക്വാഡ്രാപ്ലറും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കലിനും ചെയ്യാനുള്ള എക്സ്പെരിമെന്റ് ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. പുതിയ സിലബസ് പ്രകാരം അത് മാറ്റിയിട്ടുണ്ടോ എന്നറിയില്ല, ഉണ്ടായിരുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. താങ്ക് യു.